മക്കളെ. പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, അഭിവാദ്യങ്ങൾ പ്രിയ സഖാക്കളെ. 23ാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPIM ഉദിനൂർ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് മൺമറഞ്ഞു പോയ നാടിൻ്റെ ധീര പോരാളികളുടെ ഒളിച്ചിതറുന്ന ഓർമ്മകളിലേക്ക്, ധീരസ്മരണകളിലേക്ക് സ്നേഹസ്വാഗതം. പങ്കുവെക്കപ്പെടുന്ന ഓർമ്മകൾ അപൂർണമാവാം. അവ പൂർണ്ണതയിലെത്താൻ നിങ്ങളുടെ ഓർമ്മകൾ കൂടി ഇതിനൊപ്പം ചേർത്ത് വെക്കുമല്ലോ. സ്വാതന്ത്ര്യ സമരസേനാനിയും ഉദിനൂർ വിളകൊയ്ത്ത് സമരനായകനുമായ സഖാവ് KVയിലൂടെ, സഖാവ് KV കമ്മാരനിലൂടെ നമുക്ക് തുടങ്ങാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തപ്പെട്ട സഖാവ് KV കോൺഗ്രസ് വളണ്ടിയർ ക്യാപ്റ്റനുമായിരുന്നു. 1942 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. ഉദിനൂരിൽ പാർട്ടി സെൽ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സെക്രട്ടറി. ജന്മി നാടുവാഴി ദുഷ്പ്രഭുത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കുടികിടപ്പവകാശം സംരക്ഷിക്കാനും ജന്മിമാരുടെ അക്രമപിരിവുകൾ അവസാനിപ്പിക്കാനുമുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. അവിഭക്ത കണ്ണൂർ ജില്ലയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി അംഗം, നീലേശ്വരം മണ്ഡലം കമ്മിറ്റി അംഗം, ഉദിനൂർ വില്ലേജ് സെക്രട്ടറി, CPIM തൃക്കരിപ്പൂർ പടന്ന ലോക്കൽ കമ്മിറ്റി അംഗം, കർഷക സംഘം ഏരിയ കമ്മിറ്റി, വില്ലേജ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1948 ദേശരക്ഷാ നിയമപ്രകാരം അറസ്റ്റ്. വെല്ലൂർ സെൻട്രൽ ജയിലിൽ 13 മാസക്കാലം തടവുകാരൻ. 1974 ട്രാൻസ്പോർട്ട് സമരത്തിൻ്റെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലിട്ടു. 1954 മുതൽ 62 വരെ ഉദിനൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്. കരിന്തളം നെല്ലെടുപ്പ് സമരം, ചീമേനി തോൽവിറക് സമരം, 1970 മിച്ചഭൂമി സമരം എന്നിവയിലൊക്കെ ശ്രദ്ധേയമായ പങ്കാളിത്തം. CPIM ഉദിനൂർ സെൻട്രൽ ബ്രാഞ്ച് അംഗമായിരുന്ന സഖാവ് KV കമാരൻ 2003 ജൂൺ 30 നിര്യാതനായി. സഖാവ് MP കണ്ണൻ വിദ്യാർത്ഥിയായിരിക്കെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ബാലസംഘം, അഭിനവ് ഭാരത് യുവക് സംഘം പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിയിലേക്ക് 1942 പാർട്ടി അംഗമാവുന്നു. സഖാവ് AV കുഞ്ഞമ്പുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചിറക്കൽ താലൂക്ക് കർഷക സമരത്തിലും 1946 ഡിസംബർ 20 കരിവള്ളൂർ സമരത്തിലും പങ്കെടുത്തു. ഒളിവ് ജീവിതവുമായി ബന്ധപ്പെട്ട് ഉദിനൂർ പ്രവർത്തന കേന്ദ്രമാക്കുന്നു. തൃക്കരിപ്പൂർ, ഓരി, തുരുത്തി, വലിയ പറമ്പ്, ഇടയിലക്കാട് പ്രദേശങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. 1948 പാർട്ടി നിരോധിച്ചപ്പോൾ പാർട്ടി രഹസ്യരേഖകൾ എത്തിക്കാനുള്ള ചുമതല അദ്ദേഹത്തിനായിരുന്നു. ഒളിവിൽ കഴിയവേ തൃക്കരിപ്പൂർ കൊയോങ്കര വെച്ച് ഒറ്റുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. ഉദിനൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പ്രവർത്തിച്ചിരുന്ന പൊതുജന വായനശാല കെട്ടിടത്തിൽ വെച്ച് അതിഭീകരമായ മർദ്ദനത്തിനിരയായി. പടന്ന 12 കർഷക സമരത്തിനിടയിലും ഗുണ്ട പോലീസ് മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ്, തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി, കർഷക തൊഴിലാളി യൂണിയൻ പടന്ന പഞ്ചായത്ത് സെക്രട്ടറി, CPIM പടന്ന ലോക്കൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു. 1946 ചരിത്ര പ്രസിദ്ധമായ കരിവള്ളൂർ സമരത്തിലെ പ്രധാന പോരാളി. ഉദിനൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ, കിനാത്തിലെ സാംസ്കാരിക സമിതി വായനശാല, തടിയങ്കൂവൽ കൈരളി ഗ്രന്ഥാലയം, ഓരി വള്ളത്തോൾ കലാസമിതി എന്നിവ യാഥാർത്ഥ്യമായതിൽ മുൻനിന്ന് പ്രവർത്തിച്ച സഖാവ് MP കണ്ണൻ 2001 ഫെബ്രുവരി 4 അന്തരിച്ചു. സഖാവ് CM കുഞ്ഞിരാമൻ നായർ ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു സഖാവ് കുഞ്ഞിരാമൻ നായർ. അദ്ദേഹം ഉദിനൂരിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയാം.
ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പൻ, പി കൃഷ്ണപിള്ള എന്നിവരോടൊപ്പം അറസ്റ്റ് വരിച്ചു. KPCCയുടെ ഓഫീസ് ചുമതല വഹിച്ചിരുന്നു. 1964 പാർട്ടി ഭിന്നിച്ചപ്പോൾ CPI പക്ഷത്ത് നിലയുറപ്പിച്ചു. 1992 നവംബർ 15 മരണമടയും വരെ CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ചുമതലക്കാരനായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം യർവാദ, വെല്ലൂർ ജയിലുകളിൽ തടവ് ജീവിതം അനുഭവിച്ചു. കുറച്ചുകാലം നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ അധ്യാപക ജോലിയും ചെയ്തിരുന്നു. സഖാവ് AV കുഞ്ഞിരാമൻ ഉദിനൂരിലെ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാവ്. ഇരു സംഘടനകളുടെയും പ്രാദേശിക ഘടകങ്ങളുടെ രൂപീകരണത്തിൽ പങ്കാളിത്തമുണ്ട്. കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദിനൂർ വില്ലേജ് കമ്മിറ്റി അംഗമായിരുന്നു. 1964 പാർട്ടി ഭിന്നിച്ചതിന് ശേഷം പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിന്നു. സഖാവ് തെക്കേ വെങ്ങലാട്ട് കുഞ്ഞമ്പു നായർ. സഖാവിൻ്റെ നിലത്താണ് 1942 സെപ്റ്റംബർ 3 ഉദിനൂർ വിളകൊയ്ത്ത് സമരം നടന്നത്. ജന്മിത്വത്തിൻ്റെ കിരാത വാഴ്ചയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേർപ്പെടാനുള്ള ഈ പാട്ടകൃഷിക്കാരൻ്റെ ചങ്കൂറ്റം പ്രശംസനീയമാണ്. സഖാവ് VK കൃഷ്ണൻ കിനാത്തിൽ 1942 മുതൽ ഉദിനൂരിൽ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകൻ. വില്ലേജ്മാൻ ആയി സർക്കാർ സർവീസിൽ പ്രവേശിച്ചുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് എന്ന പേരിൽ സർവീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ടു. 1957 സഖാവ് EMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ജോലിയിൽ തിരിച്ചെടുത്തത്. സഖാവ് ആമ്പിലേരി പാർവതിയമ്മ ഉദിനൂർ കിനാത്തിൽ കൊളവളപ്പിൽ കണ്ണൻ്റെ ഭാര്യയായ സഖാവ് ആമ്പിലേരി പാർവതിയമ്മ ചീമേനി തോൽവിറക് സമരത്തിലെ പങ്കാളിയാണ്. സഖാവ് കൊളവളപ്പിൽ പാർവതിയമ്മ കിനാത്തിൽ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്ന സഖാവ് മന്യൻ രാമൻ്റെ ഭാര്യ. പാർട്ടി നേതാക്കളെ ഒളിവിൽ സംരക്ഷിക്കുന്നതിന് ത്യാഗപൂർണമായി പ്രവർത്തിച്ചു. പ്രക്ഷോഭ പരിപാടികളിലും പൊതുയോഗങ്ങളിലും മരണം വരെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയ ഒരു ധീരവനിത. സഖാവ് P കുഞ്ഞിരാമൻ മാഷ് ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ അധ്യാപകനായിരുന്നു. KAPT യൂണിയൻ, KPTF, KPTU എന്നീ അധ്യാപക സംഘടനാ പ്രവർത്തകനായിരുന്നു. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നു. കണ്ണൂർ ഗവൺമെൻറ് ട്രെയിനിങ് സ്കൂളിൽ വെച്ച് 1942 P കൃഷ്ണപിള്ളയുമായി പരിചയപ്പെട്ടതാണ് പാർട്ടിയിലേക്കുള്ള വരവിന് കാരണമായത്. സഖാവ് കിഴക്കൂൽ ലക്ഷ്മിയമ്മ സഖാവ് KV കമാരൻ്റെ സഹധർമ്മിണി. ക്രൂരമായ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും ധീരമായി ചെറുത്തുനിന്ന സഹനത്തിൻ്റെ മറുപേര്. സഖാവ് തുഞ്ചൻ അമ്പു കിനാത്തിൽ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു സാധാരണ കർഷകനായിരുന്ന സഖാവ് തുഞ്ചൻ അമ്പുവാണ് കിനാത്തിൽ പാർട്ടി ഓഫീസിനുള്ള സ്ഥലം സംഭാവന ചെയ്തത്. സഖാവ് AB ഇബ്രാഹിം മാസ്റ്റർ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ പൊതുരംഗത്ത് എത്തിയ മുസ്ലിം യാഥാസ്ഥിതിക കുടുംബാംഗം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആദ്യകാലത്ത് ഉദിനൂരിലാണ് പ്രവർത്തിച്ചത്. കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ അക്ഷീണം പ്രവർത്തിച്ച സഖാവ് AB മാഷ് പാർട്ടിയുടെ നീലേശ്വരം മണ്ഡലം കമ്മിറ്റി അംഗം, കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം, തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി, കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.
സഖാവ് കണിച്ചുകുളങ്ങര കുഞ്ഞടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദിനൂരിലെ ആദ്യകാല പ്രവർത്തകർ. നിരവധി തവണ പോലീസ് മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന നേതാക്കളുടെ സംരക്ഷകനും പാർട്ടി രഹസ്യ സന്ദേശങ്ങളുടെ വാഹകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. സഖാവ് കരിമ്പിൽ കുഞ്ഞിരാമൻ പാർട്ടി സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് തുള്ളലിനെ ഉപയോഗപ്പെടുത്തിയ പ്രശസ്ത തുള്ളൽ കലാകാരൻ, കുഞ്ചൻ അവാർഡ് ജേതാവ്. ചെറുകാടിൻ്റെ MSP പേക്കൂത്ത് നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകനായ സഖാവ് കരിമ്പിൽ കുഞ്ഞിരാമൻ തിമിരി വിളകൊയ്ത്ത് സമരത്തിലും പങ്കെടുത്തിരുന്നു. സഖാവ് വെങ്ങലാട്ട് കൃഷ്ണൻ നായർ അധ്യാപകനും വില്ലേജ് ഓഫീസറുമായിരുന്ന സഖാവ് V. കൃഷ്ണൻ നായർ കർഷക സംഘത്തിൻ്റെ ഉദിനൂരിലെ ആദ്യ പഥികരിൽ ഒരാളാണ്. സഖാവ് കണിച്ചുകുളങ്ങര കുഞ്ഞമ്പു ബാലസംഘത്തിലൂടെ പൊതുരംഗത്തെത്തി. 1947 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. തിമിരി വിളകൊയ്ത്ത്, ക്ലായിക്കോട് പന്തൽ കത്തിക്കൽ, മിച്ചഭൂമി സമരം, ട്രാൻസ്പോർട്ട് സമരങ്ങളിലൊക്കെ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീലേശ്വരം മണ്ഡലം കമ്മിറ്റി അംഗം, പിലിക്കോട് ലോക്കൽ സെക്രട്ടറി, പിലിക്കോട് പഞ്ചായത്ത് മെമ്പർ, മാണിയാട്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1974 ചന്തേരയിൽ നിന്നും ഉദിനൂരിലേക്ക് താമസം മാറ്റി. നാടകം, ഗാനരചന, കോൽക്കളി തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ പാർട്ടി സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിച്ചു. കേരളത്തിൻ്റെ പോർവിളി, ഇരുട്ടിൻ്റെ സന്തതി തുടങ്ങിയ നാടകങ്ങളുടെ രചയിതാവാണ് സഖാവ് കണിച്ചുകുളങ്ങര കുഞ്ഞമ്പു. സഖാവ് കൂറപ്പൊക്കൻ ഉദിനൂർ തെക്കുപുറം കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗപൂർണമായ പ്രവർത്തനം. മെയ്ദിന ജാഥ കേസിൽ പ്രതിയായിരുന്നുവെങ്കിലും പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞു. വാറണ്ട് പിൻവലിച്ചതിന് ശേഷം പരസ്യ പ്രവർത്തനം തുടർന്നു. തിമിരി വിളകൊയ്ത്ത് സമരത്തിലും പങ്കെടുത്തു. സഖാവ് TK ഗോവിന്ദൻ ഗുരികൾ ഉദിനൂർ തെക്കുപുറം കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. തിമിരി വിളകൊയ്ത്ത് സമരത്തിൽ ശിക്ഷിച്ച് 2 മാസവും 27 ദിവസവും റിമാൻഡിൽ കഴിയേണ്ടി വന്നു. ഉദിനൂർ വിളകൊയ്ത്ത് സമരത്തിലും പങ്കാളിയാണ്. താമസം കാഞ്ഞങ്ങാടേക്ക് മാറ്റിയിരുന്നു. സഖാവ് ആലക്കാരൻ കുഞ്ഞമ്പു ഉദിനൂരിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകൻ. 1942 ഉദിനൂർ വിളകൊയ്ത്ത് സമരത്തിൽ പങ്കെടുത്തു. തിമിരി വിളകൊയ്ത്ത് കേസിൽ പ്രതിയായിരുന്നു. CPIM ഉദിനൂർ സെൻട്രൽ ബ്രാഞ്ച് അംഗമായിരുന്നു. സഖാവ് കാടങ്കോട്ട് കോരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ. തിമിരി വിളകൊയ്ത്ത് സമരത്തിലെ സമരഭടൻ. ഭീകരമായ പോലീസ് മർദ്ദനത്തിന് വിധേയനായിട്ടുണ്ട്. സഖാവ് മനവളപ്പിൽ അമ്പു തെക്കുപുറം കർഷക സംഘത്തിൻ്റെ ആദ്യകാല പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കാളിത്തം. ഉദിനൂർ വിളകൊയ്ത്ത് സമരത്തിൽ പങ്കെടുത്തു. തിമിരി വിളകൊയ്ത്ത് സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. സഖാവ് M. കൃഷ്ണൻ പണിക്കർ പ്രശസ്ത തെയ്യം കലാകാരൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു. പോലീസ് മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. പാർട്ടി നിരോധിച്ചപ്പോൾ പാർട്ടി നേതാക്കൾക്ക് രഹസ്യ സന്ദേശങ്ങൾ കൈമാറുന്നതിൽ മികവ് കാട്ടിയ ഒരു സഖാവ്. സഖാവ് മേലിയാട്ട് കോരൻ കോൽക്കളിയിലെ ഉദിനൂർ പെരുമ.
കമ്മ്യൂണിസ്റ്റ് ആശയ പ്രചരണത്തിന് കോൽക്കളി പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സഖാവ് മീലിയാട്ട് കോരൻ ആകാശവാണിയിലെ അംഗീകൃത കോൽക്കളി കലാകാരനായിരുന്നു. തിമിരി വിളകൊയ്ത്ത് സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കേസിൽ ഉൾപ്പെട്ടിരുന്നു. സഖാവ് എൻ ചന്ദൻ കുഞ്ഞി മാസ്റ്റർ, ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ അധ്യാപകൻ. ഉദിനൂർ ഓട്ടക്കാപ്പിലാണ് ആദ്യകാലം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പീടിക കമ്മ്യൂണിസ്റ്റ് കർഷക സംഘം നേതാക്കളുടെ കൂടിച്ചേരൽ കേന്ദ്രമായിരുന്നു. പാർട്ടി സന്ദേശങ്ങൾ നേതാക്കൾക്ക് എത്തിക്കുന്നതിൽ ഏറെ ശ്രദ്ധ കാണിച്ച ഒരു സഖാവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു. ഉദിനൂർ കുഞ്ഞിക്കോവൽ മൈതാനം പൊതു ശ്മശാനമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. സഖാവ് കരപ്പാത്ത് കുഞ്ഞിരാമൻ, ഉദിനൂർ തടിയൻകോവിലിലെ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകൻ. സഖാവ് U നാരായണൻ, മികച്ച സംഘാടകൻ, കർഷകൻ, നാടക നടൻ. ഉദിനൂർ വിളകൊയ്ത്ത് സമരത്തിൻ്റെ 60ാം വാർഷിക പരിപാടികൾ വിജയിപ്പിക്കുവാനും കന്നിക്കൊയ്ത്ത് എന്ന സ്മരണിക പ്രസിദ്ധീകരിക്കുന്നതിനും മുൻനിന്ന് പ്രവർത്തിച്ചു. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം, വില്ലേജ് സെക്രട്ടറി, CPIM പടന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സഖാവ് തിരുനെല്ലി കുഞ്ഞമ്പു നായർ, 1957 പാർട്ടി അംഗമായ സഖാവ് കുഞ്ഞമ്പു നായർ ദീർഘകാലം പാർട്ടിയുടെ കിനാത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു. കർഷക സംഘത്തിലും സജീവമായിരുന്നു. സഖാവ് KV രാഘവൻ മാസ്റ്റർ, 1970കളിലാണ് കോൺഗ്രസ് പാർട്ടിയോട് വിട പറഞ്ഞ് ഇടതുപക്ഷ പ്രവർത്തനം ആരംഭിച്ചത്. സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ മാതൃകയായ ഒരു സഖാവ്. കർഷക സംഘത്തിൻ്റെയും EMS പഠന കേന്ദ്രത്തിൻ്റെയും സജീവ പ്രവർത്തകൻ. CPIM ഉദിനൂർ സെൻട്രൽ സെക്കൻഡ് ബ്രാഞ്ച് അംഗമായിരുന്നു. സഖാവ് M കണ്ണൻ തൊട്ടിയിൽ, കർഷക സംഘത്തിൻ്റെയും CPIMൻ്റെയും അടിയുറച്ച പ്രവർത്തകൻ. സഖാവ് TP അപ്പുക്കുട്ടൻ, കർഷക കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭ പരിപാടികളിൽ സജീവ സാന്നിധ്യം. മിച്ചഭൂമി സമരത്തിലും 1974 ട്രാൻസ്പോർട്ട് സമരത്തിലും പങ്കെടുത്തു. ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. സഖാവ് EV അമ്പു നായർ കിനാത്തിൽ, കർഷക സംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തകൻ. പാർട്ടി നേതാക്കൾക്ക് ഒളിവിൽ ഷെൽട്ടർ ഏർപ്പെടുത്തി സംരക്ഷിച്ചു. കയ്യൂർ സമരത്തെ തുടർന്ന് 1948 ഭീകരമായ പോലീസ് മർദ്ദനത്തിന് വിധേയനായി. സഖാവ് TV കുഞ്ഞിക്കോരൻ പണിക്കർ തെക്കുപുറം, ഉദിനൂരിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ. പുരക്കളി പണിക്കരായിരുന്നു. സഖാവ് കുതിരുമ്മൽ കണ്ണൻ തെക്കുപുറം, കർഷക സംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തകൻ. 1948 പാർട്ടി നിരോധിച്ച വേളയിൽ നടന്ന മെയ് ദിന റാലിയിൽ പങ്കെടുത്തിരുന്നു. സഖാവ് രേരൻ്റെ കണ്ണൻ തടിയൻകോവിൽ, പാർട്ടി നേതാക്കൾക്ക് ഒളിവിൽ ഷെൽട്ടർ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. 1948 മെയ് ദിന റാലിയിലും പങ്കെടുത്തിട്ടുണ്ട്.
സഖാവ് പുതിയ പുരയിൽ കുഞ്ഞമ്പു, പൂരക്കളി കലാകാരൻ. കർഷക സംഘത്തിൻ്റെ പ്രക്ഷോഭ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. സഖാവ് കൊളവളപ്പിൽ കണ്ണൻ കിനാത്തിൽ. കർഷക സംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തകനായ സഖാവ് കൊളവളപ്പിൽ കണ്ണൻ ഉദിനൂർ വിളകൊയ്ത്ത് സമരത്തിൻ്റെ പ്രധാന സംഘാടകരിൽ ഒരാളാണ്. വിളക്കൊയ്ത്ത് നിലത്ത് വിത്തിറക്കുമ്പോൾ ജന്മിയുടെ ആക്രമണത്തിന് വിധേയനായിട്ടുണ്ട്. ചീമേനി തോൽവിറക് സമരത്തിൽ പങ്കെടുത്ത സഖാവ് ആമ്പിലേരി പാർവതിയമ്മയാണ് ഭാര്യ. സഖാവ് ടി.വി. കണ്ണൻ. കർഷക കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്ന സഖാവ് ടി.വി. കണ്ണൻ പടന്ന പഞ്ചായത്ത് ബോർഡ് അംഗമായിരുന്നു. താമസം പിന്നീട് മാണിയാട്ടേക്ക് മാറ്റി. സഖാവ് വയലിൽ രാമൻ തിയാണക്കൻ. ഉദിനൂർ പഞ്ചായത്ത് ബോർഡ് അംഗമായും കർഷക സംഘം ഉദിനൂർ വില്ലേജ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. തടിയങ്കോവിലിലെ ഇദ്ദേഹത്തിൻ്റെ പീടിക കർഷക സംഘം പ്രവർത്തകരുടെ കേന്ദ്രമായിരുന്നു. സഖാവ് വട്ടിൻ വീട്ടിൽ കോരൻ ഉദിനൂർ. കർഷകനായ സഖാവ് വി കോരൻ 1939 കൊടക്കാട് കർഷക സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പന്തി ഭോജനത്തിലും പങ്കാളിയായി. ടി.എസ്. തിരുമുമ്പിൻ്റെ കർഷക ജാഥയ്ക്കുള്ള സ്വീകരണ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. സഖാവ് പി.വി. ചന്ദ്രശേഖരൻ അഥവാ പാലായി ചന്ദ്രാരൻ 1939 കൊടക്കാട് സമ്മേളനത്തിലും 38 ടി.എസ്. തിരുമുമ്പിൻ്റെ കർഷക ജാഥ സ്വീകരണത്തിലും പങ്കെടുത്ത ഉദിനൂരിൻ്റെ പോരാളി. സഖാവ് പുറവങ്കര വലിയ കുഞ്ഞമ്പു നായർ കിനാത്തിൽ. കമ്മ്യൂണിസ്റ്റുകാരനായതുമൂലം ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്ന ഒരാൾ. കോൺഗ്രസ് ഗുണ്ടകളും പോലീസും നിരവധി തവണ സഖാവിൻ്റെ കച്ചവട പീടിക തീയിട്ട് നശിപ്പിക്കുകയും കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയുമുണ്ടായി. കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉദിനൂരിലെ താവളമായിരുന്നു സഖാവിൻ്റെ പീടിക. ഹീനമായ മാർഗത്തിലൂടെ സഖാവിൻ്റെ വീടും പറമ്പും അന്നത്തെ ജന്മി പിടിച്ചടക്കിയെന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സഖാവ് പി. കുഞ്ഞിക്കണ്ണൻ നായർ. പട്ടാളക്കാരനായ കുഞ്ഞിക്കണ്ണൻ നായർ സർവീസിൽ നിന്നും പിരിഞ്ഞു വന്നതിന് ശേഷം വളണ്ടിയർ പരിശീലനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെത്തുന്നു. ജന്മിക്കെതിരെ നടന്ന കോണത്തുവയൽ വിളകൊയ്ത്ത് സമരത്തിലെ മുഖ്യ പങ്കാളി. തിമിരി വിളകൊയ്ത്ത് സമരത്തിൽ പങ്കെടുത്തുവെന്ന് കള്ളക്കേസുണ്ടാക്കി പോലീസിനെ കൊണ്ട് ഭീകരമായി മർദ്ദിക്കുന്നതിന് ജന്മി രഹസ്യമായി പ്രവർത്തിച്ചു. സഖാവ് ടി.വി. മീനാക്ഷിയമ്മ കിനാത്തിൽ. കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ജീവിത പങ്കാളി സഖാവ് കുഞ്ഞമ്പു നായർക്കൊപ്പം പ്രവർത്തിച്ച ധീരവനിത. ഒളിവിൽ പ്രവർത്തിച്ച പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും എല്ലാ സഹായവും നൽകിയിരുന്ന മീനാക്ഷിയമ്മ മരണം വരെയും പ്രസ്ഥാനത്തോടൊപ്പം ഉറച്ചുനിന്നു. സഖാവ് പുറവങ്കര പാർവതിയമ്മ തടിയങ്കോവിൽ. ഉദിനൂരിലും പരിസര പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗോജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ ഒളിവിൽ പാർപ്പിക്കുവാൻ ജാഗ്രതയോടെ പ്രവർത്തിച്ചു. സഖാവ് കൂവക്കണ്ടത്തിൽ മാധവി തടിയങ്കോവിൽ. ഒളിവിലുണ്ടായിരുന്ന കരിവള്ളൂർ സമരസേനാനി സഖാവ് പുഞ്ചക്കര കുഞ്ഞിരാമൻ അടക്കമുള്ള നേതാക്കൾക്ക് സംരക്ഷണം നൽകി. ഇവരുടെ വീട്
പാർട്ടി പ്രവർത്തകരുടെ അഭയ കേന്ദ്രമായിരുന്നു. സഖാവ് ടി.പി. കുഞ്ഞമ്പു നായർ തടിയങ്കോവൽ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകൻ. സഹോദരി ടി.പി. പാർവതിയമ്മയോടൊപ്പം പാർട്ടി നേതാക്കളെ ഒളിവിൽ സംരക്ഷിക്കുന്നതിന് ത്യാഗപൂർവം പ്രവർത്തിച്ചു. പോലീസ് മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ കരിങ്കൊടി പ്രകടനത്തിന് നേതൃത്വം നൽകി. മെയ്ദിന കേസിൽ പ്രതിയായിരുന്നു. സഖാവ് മന്യൻ രാമൻ കിനാത്തിൽ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകൻ. ഭാര്യ കെ.വി. പാർവതിയമ്മയോടൊപ്പം പാർട്ടി നേതാക്കളെ ഒളിവിൽ സംരക്ഷിക്കുന്നതിന് ജാഗ്രതയോടെ പ്രവർത്തിച്ച ഒരു സഖാവ്. സഖാവ് ടി.വി. അപ്പുക്കാരണവർ പാർട്ടി നേതാക്കളെ ഒളിവിൽ പാർപ്പിക്കുന്നതിൽ ഏറെ ശ്രദ്ധ പുലർത്തി. ഇടച്ചാകൈ കോളിക്കര താമസക്കാരനായിരുന്ന അപ്പുക്കാരണവർ പിന്നീട് താമസം ഓരിയിലേക്ക് മാറ്റി. സഖാവ് കണിച്ചുകുളങ്ങര കോമൻ പണിക്കർ പൂരക്കള്ളി പണിക്കരും ഒരു വിഷവൈദ്യനുമായ കോമൻ പണിക്കർ കർഷക സംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു. കിനാത്തിൽ സാംസ്കാരിക സമിതി വായനശാലയുടെ ആദ്യകാല പ്രവർത്തകനും കൂടിയാണ് സഖാവ് കണിച്ചുകുളങ്ങര കോമൻ പണിക്കർ. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഇദ്ദേഹമാണ് കിനാത്തിൽ സാംസ്കാരിക സമിതി വായനശാലയ്ക്ക് വേണ്ടി സ്ഥലം അനുവദിച്ചത്. സഖാവ് വി. ഭാസ്കരൻ മാസ്റ്റർ തടിയങ്കോവൽ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി സംഘടിപ്പിച്ച കലാപരിപാടികളിലെ പ്രധാനി. കളമ്പാട്ട് പോലുള്ള നാടൻ കലകളിലെ പ്രതിഭ. തിമിരി വിളകൊയ്ത്ത് സമരത്തിൽ പങ്കെടുത്തു. പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. ആദ്യകാലത്തെ നെയ്ത്തുകാരനായിരുന്നു, പിന്നീട് അധ്യാപകൻ. സഖാവ് വെങ്ങലാട്ട് കുഞ്ഞമ്പു നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആഭിമുഖ്യമില്ലാതിരുന്ന കുഞ്ഞമ്പു നായർ കർഷക സംഘവുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയിലെത്തുന്നത്. 1938 ടി.എസ്. തിരുമുമ്പിൻ്റെ നേതൃത്വത്തിൽ മംഗലാപുരത്തേക്ക് നടത്തിയ കർഷക ജാഥയിൽ പങ്കാളിയായി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. 1974 ട്രാൻസ്പോർട്ട് സമരത്തിൽ പങ്കെടുത്തതിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. സഖാവ് കെ.വി. കുഞ്ഞിരാമൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദിനൂർ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1964 പാർട്ടി ഭിന്നിപ്പിന് ശേഷം അംഗത്വം എടുത്തിട്ടില്ല. സഖാവ് തോട്ടോൻ വീട്ടിൽ കുഞ്ഞമ്പു കിനാത്തിൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം. കിനാത്തിൽ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിൽ സജീവമായി പങ്കെടുത്തു. കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച സഖാവ് മരണം വരെ പാർട്ടി മെമ്പറായിരുന്നു. സഖാവ് എള്ളത്ത് കുഞ്ഞിരാമൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും പ്രക്ഷോഭങ്ങളിലും ആവേശപൂർവ്വം പങ്കെടുക്കുന്ന ഒരു സഖാവ്. സഖാവ് കെ.പി. അപ്പുനാൽപ്പാടി ഉദിനൂർ തെക്കുപുറം കർഷക സംഘം പ്രവർത്തകനായിരുന്നു. 1974 ട്രാൻസ്പോർട്ട് സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി 2 ആഴ്ചക്കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. സഖാവ് വല്ലയിൽ ചെറിയമ്പു മണിയാണി ആദ്യകാല കർഷക സംഘം പ്രവർത്തകൻ. കയ്യൂർ സംഭവത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഭീകരമായി മർദ്ദിച്ചിരുന്നു.
സഖാവ് TV കുഞ്ഞമ്പു തടിയങ്കോവൽ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകൻ. ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു. സഖാവ് കുന്നുകുടിയൻ കണ്ണൻ പാർട്ടി പരിപാടികളിൽ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന ഒരു സാധാരണ സഖാവ്. തെയ്യം കലാകാരൻ, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ്. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം മനുഷ്യനാകണം.